നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് നിന്റെ ഡാഡിയോട് സംസാരിക്കാൻ പോവാ. എന്ത്? മരുമോനെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ടേക്കല്ലേ? ഇങ്ങനെ പോയാലേ ദേവികയെ വലതുകാല് വച്ച് വീട്ടിൽ കയറ്റാൻ നിന്റെ അച്ഛൻ നിലവിളക്കുമായി നിൽക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. അപ്പച്ച എന്താന്ന് വെച്ചാ പോയി ചെയ്യ. ഞാൻ ഇവിടെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നാളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ നാളെ വരും. ഓ ശരി. എന്താ നിന്റെ തൊണ്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് ഞാന് അല്ല, എന്തോ പറയാൻ വേണ്ടി പിന്നിൽ വന്ന് നിന്നതാണെന്ന് മനസ്സിലായി. ഇനി പറഞ്ഞാ മതി. അല്ല, ഈ നിരഞ്ജൻ കാണിക്കുന്നത് ശരിയാണോ? എന്താണ് തെറ്റ് എന്ന് പറഞ്ഞാ മതി. അപ്പോ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. അല്ല, ഈ ദേവികയും കൊണ്ട് നടക്കുന്നത് ഒരു വൃത്തികെട്ട നാവ് സ്വന്തമായിട്ടുണ്ടെന്ന് കരുതി എന്റെ മുന്നിൽ വന്ന് എന്തും പറഞ്ഞാൽ അറിയാലോ നിനക്കെന്നെ. അയ്യോ, അത് അക്ഷരമോൾ എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞതാ. കൊള്ളാലോ. സങ്കടം കേൾക്കാൻ നീ ആരാ? ചോറ്റാനിക്കര ഭഗവതിയോ അതോ ആറ്റുകാലമ്മയോ? ആട്ടെ, എന്തായിരുന്നു അവളുടെ സങ്കടം? ആശുപത്രി ഡാഡി നിരഞ്ജൻ ഡോക്ടർക്ക് നൽകുമെന്നുള്ള പേടി അക്ഷരമോൾക്കുണ്ട്. ആശുപത്രിയുടെ നെറ്റിയിൽ അവളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ